VSG's അക്കൗണ്ടിംഗ് സിംപ്ലിഫൈഡിൻ്റെ 34ാമത്തെ സെഷനിലേക്ക് സ്വാഗതം. ഇന്നത്തെ വിഷയം 33ാമത്തെ സെഷനിൽ നമ്മൾ വിവരിച്ച അല്ലെങ്കിൽ നമ്മൾ ചർച്ച ചെയ്ത മാനേജ്മെൻറ്റിൻ്റെ കണ്ടിന്യൂഷനാണ്. അപ്പം ഞാനതിൽ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഈ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ടേം പെട്ടെന്ന് വിവരിച്ചു പോകാൻ പറ്റിയോ അല്ലെങ്കിൽ ചെറിയ ഒരു ടേമോ അല്ല, ലാബറേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അടങ്ങിയ ഒരു ടേം തന്നെയാണ്. അപ്പോൾ ഇന്ന് നേരത്തെ പറഞ്ഞതുപോലെ ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റും ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റുമാണ് നമ്മുടെ ചർച്ചാ വിഷയം. അപ്പോൾ നമുക്ക് ഈ മാനേജ്മെൻറ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത് സാധാരണ വ്യക്തികളാണല്ലോ. അപ്പോൾ അത് ഓരോ വ്യക്തികളുടെയും ഈ പ്രവർത്തന മേഖല അടിസ്ഥാനമാക്കിയിട്ട് മാനേജ്മെൻറ്റിനെ പല തട്ടുകളാക്കി നമുക്ക് വിഭജിക്കാം. ഇതിനെ ഹെയറാർക്കി ഓഫ് മാനേജ്മെൻറ്റ് എന്നാണ് അറിയപ്പെടുക, അല്ലെങ്കിൽ വിളിക്കുക, അല്ലെങ്കിൽ വിശേഷിപ്പിക്കുക. ഇങ്ങനെ ഓരോ തട്ടിലുള്ള വ്യക്തികളും അതുപോലെ ഓരോ വ്യക്തികളും അവരിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഉത്തരവാദിത്വവും നിർവഹിക്കാൻ അവർ ബാധ്യസ്ഥരാണ്. ഇങ്ങനെയുള്ള ഈ പറയുന്ന അതോറിറ്റി റെസ്പോൺസിബിലിറ്റി റിലേഷൻഷിപ്പ് ബേസ് ചെയ്ത് നമുക്ക് ഇൻഡിവിജ്വൽസിനെ പ്രാഥമികമായിട്ട് സുപ്പീരിയേഴ്സ് എന്നും സബോർഡിനേറ്റ്സ് എന്നും രണ്ടായിട്ട് വിഭജിക്കാം. ഇതൊരു ജനറലായിട്ടുള്ള വിഭജനമാണ്. തിയറിറ്റിക്കലി പറയുകയാണെങ്കിൽ there are 3 levels in the hierarchy of an organization എന്നാണ് നമ്മൾ തിയറിറ്റിക്കലി പറയാം. അപ്പോൾ തിയറിറ്റിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികൾ പഠിക്കുന്നത് ലെവൽസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 3 ലെവലായിട്ടാണ് പഠിക്കുക. ആദ്യത്തേത് ടോപ്പ് മാനേജ്മെൻറ്റ്, രണ്ടാമത്തത് മിഡിൽ മാനേജ്മെൻറ്റ്, മൂന്നാമത്തത് സൂപ്പർവൈസറി ഓർ ഓപ്പറേഷണൽ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ ലോവർ ലെവൽ എന്ന് പറയും. ഈ പറയുന്ന പ്രാഥമികമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ അല്ലാതെ ഈ തട്ടുകളെ ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അത് എന്താ പറയുക എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്ന രീതി വച്ചിട്ട് പല തട്ടുകളാക്കാം. അപ്പോൾ ഓരോ ലെവൽസിനെയും കുറിച്ച് നമുക്കൊന്ന് പറഞ്ഞു പോകാം. ചുരുക്കത്തിലാണ്, ഒരു ഓർഗനൈസേഷനിലെ സീനിയർ മോസ്റ്റ് എക്സിക്യൂട്ടീവ്സ് അടങ്ങിയ ഒരു പാനൽ ഉണ്ടാവും. ആ ലെവലാണ് ടോപ്പ് മാനേജ്മെൻറ്റ് എന്ന് വിളിക്കുന്നത്. സാധാരണ നമ്മൾ ചെയർമാൻ എന്നോ ചീഫ് എക്സിക്യൂട്ടീവ്സ് എന്നോ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നോ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്നോ പ്രസിഡൻ്റ് എന്നോ വൈസ് പ്രസിഡൻ്റ് എന്നോ ഒക്കെ വിളിക്കുന്ന ആ വിഭാഗമാണ് ഈ ലെവൽസിൽ അല്ലെങ്കിൽ ഈ ലെവലിൽ ഉൾക്കൊള്ളുന്നത്. അപ്പോൾ ഓർഗനൈസേഷൻ്റെ ഗോളും അതുപോലെ തന്നെ പ്രവർത്തന രീതികളും തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും ഈ പറയുന്ന പോലെ ടോപ്പ് മാനേജ്മെൻ്റാണ്. ശരിക്കും ഇവരാണ് സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും അതുപോലെ തന്നെ സൊസൈറ്റിയുടെ മെയിൻ്റനൻസിനും പ്രധാന പങ്ക് വഹിക്കുന്നത്. ഒരു സ്ഥാപനം എന്ന് പറയുന്നത് സ്വന്തം കാര്യം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ കാര്യം മാത്രമല്ല, ഒരു സൊസൈറ്റിക്ക് കൂടി ഉപയോഗപ്പെടുന്ന തരത്തിൽ പ്രവർത്തിക്കലാണ് അതിൻ്റെ ധർമ്മം. അപ്പോൾ സ്വന്തം ഓർഗനൈസേഷനായാലും ശരി, സൊസൈറ്റിക്ക് വേണ്ടിയായാലും ശരി, സുശക്തമായിട്ട് പ്രവർത്തിക്കാൻ, തീരുമാനങ്ങൾ എടുക്കാൻ പ്രാപ്തിയുള്ളവരാണ് ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിൽ ഏർപ്പെടുന്നവർ. ഈ ടോപ്പ് ലെവൽ എന്താ പറയുക ലോവർ ലെവൽ മാനേജ്മെൻറ്റും ഈ 2 ലെവൽ മാനേജ്മെൻറ്റേയും ഒരു ലിങ്കായി പ്രവർത്തിക്കുന്നവരാണ് രണ്ടാമത്തെ ടീമായ മിഡിൽ ലെവൽ മാനേജ്മെൻറ്റ്. ടോപ്പ് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന പ്ലാനും അതുപോലെ സ്ട്രാറ്റജീസൊക്കെ ഉത്തരവാദിത്തോടു കൂടി പാലിക്കുവാൻ ബാധ്യസ്ഥരാണ് ഇവർ. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായിട്ടൊക്കെ ഇവർ അറിയപ്പെടാറുണ്ട്. ആവശ്യത്തിനുള്ള സ്റ്റാഫുകളെയും അവരുടെ ഡ്യൂട്ടീസും ഫിക്സ് ചെയ്യുന്നതും ആ ഫിക്സ് ചെയ്തതിന് ശേഷം സൂപ്പർവൈസ് ചെയ്യുന്നതും ഇവരുടെ ഡ്യൂട്ടീസിൽ പെടുന്നു, കടമയാണ്.
ഇവർ എപ്പോഴും they are always answerable to top management. ടോപ്പ് മാനേജ്മെൻറ്റ് എന്തെങ്കിലും ചോദിക്കുകയോ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ പ്രവർത്തിച്ചില്ലെങ്കിലോ ആദ്യം ചോദിക്കുന്നത് ഈ പറയുന്ന മിഡിൽ മാനേജ്മെൻറ്റിനോടാണ്. അങ്ങനെ ഈ ഹെയറാർക്കിയിൽ HIERARCHY ആണ് ഹെയറാർക്കി. ഏറ്റവും ലോവർ ലെവലായിട്ട് കണക്കാക്കപ്പെടുന്നത് ഫോർമെൻ ആൻഡ് സൂപ്പർവൈസർ എന്ന് പറയുന്ന കാറ്റഗറിയാണ്. ശരിക്കും വർക്ക് ഫോഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് ബന്ധം ഇവർക്കാണ്. ഇവരുമായും അതോറിറ്റിയും അതുപോലെ റെസ്പോൺസിബിലിറ്റിയും ഫിക്സ് ചെയ്യുന്നത്, അതായത് ഈ പറയുന്ന ലോവർ ലെവലാണെന്ന് വെച്ചിട്ടും ഇവരുടെ അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും ഫിക്സ് ചെയ്യുന്നതും ടോപ്പ് മാനേജ്മെൻ്റ് ആണ്. എന്നിരുന്നാലും ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡുകൾ മോണിറ്റർ ചെയ്തുകൊണ്ടായിരിക്കും ഇവർ പ്രവർത്തിക്കുക. അങ്ങനെ മിഡിൽ മാനേജ്മെൻറ്റ് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ് ഓപ്പറേഷണൽ വർക്കേഴ്സിലേക്ക്, അതുപോലെ തന്നെ വർക്കേഴ്സിൻ്റെ ആവശ്യങ്ങൾ ടോപ്പ് മിഡിൽ മാനേജ്മെൻറ്റ് വഴി ആണ് ടോപ്പ് മാനേജ്മെൻറ്റിലേക്ക് എത്തണം. അപ്പോൾ ടോപ്പ് മാനേജ്മെൻറ്റ് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ മിഡിൽ മാനേജ്മെൻറ്റ് കൊടുക്കും. മിഡിൽ മാനേജ്മെൻറ്റ് ഈ പറയുന്ന പോലെ ലോവർ മാനേജ്മെൻറ്റിലേക്ക് അത് പാസ് ചെയ്യും. അങ്ങനെ അത് വർക്കേഴ്സിലേക്ക് എത്തും. ഇത് മോണിറ്റർ ചെയ്യുന്നത് ഈ പറയുന്ന ഈ ലെവൽസാണ്. ആൻസറബിൾ അവരവർ തട്ട് ലെവൽ, അതായത് ലോവർ ലെവല് മിഡിൽ ലെവലുമായിട്ടും ആൻസറബിൾ ആണ്. അതുപോലെ മിഡിൽ ലെവല് ടോപ്പ് ലെവലിലും ആൻസറബിൾ ആണ്. ഇവർ ഈ പറഞ്ഞ പോലെ, അതായത് ഈ മിഡിൽ മാനേജ്മെൻറ്റ് വർക്ക്മാൻഷിപ്പ് ക്വാളിറ്റിയിലൂടെ ഡിസിപ്ലിൻ, ഹാർഡ് വർക്ക്, ലോയൽറ്റി ടു ദ ഗോൾ എന്നിവയിലൂടെ ഔട്ട്പുട്ടിൻ്റെ ക്വാളിറ്റി കൂട്ടുവാൻ എപ്പോഴും ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ എന്തായാലും ഈ പറഞ്ഞ പോലെ ലെവൽസ് എങ്ങനെയൊക്കെ ആണെങ്കിലും അവരവരുടേതായ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അതോറിറ്റി കൊടുത്തിരിക്കുന്നത് കറക്റ്റായിട്ട് പാലിച്ചു പോവുകയാണെങ്കിൽ ഉദ്ദേശിക്കുന്ന ഗോളിലേക്ക് എത്തും. അത് യാതൊരു സംശയമില്ല. അപ്പം ഇങ്ങനെ ലെവൽസ്, ഈ ലെവൽ ഓഫ് അല്ലെങ്കിൽ ടോപ്പ് ലെവൽ, മിഡിൽ ലെവൽ, ലോവർ ലെവൽ എന്നുള്ള ലെവലിൽ ആയിരിക്കണം ശരിക്കും ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും തീരുമാനമെടുത്താൽ അത് നേരെ മിഡിൽ മാനേജ്മെൻറ്റ് കൊടുക്കണം, ആ ആൾക്കാരിലേക്ക് പാസ് ചെയ്യണം. ആ ആൾക്കാർ വഴി ലോവറിൽ വരുന്നതായിരിക്കും അതിൻ്റെ ഉത്തമമായ രീതി. ഇങ്ങനെ ഒരു രീതി മാനേജ്മെൻറ്റിൽ ഫിക്സ് ചെയ്തത് ഹെൻറി ഫയോൾ എന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റ് തിയറിസ്റ്റാണ്. അദ്ദേഹം ഫ്രഞ്ചുകാരനാണ്. അപ്പോൾ ഫ്രഞ്ച് മാനേജ്മെൻറ്റ് തിയറിസ്റ്റായ ഫയോളിൻ്റെ അഭിപ്രായത്തിൽ, ഹെൻറി ഫയോളിൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു എന്താ പറയുക, ഇപ്പോൾ ABCDEF എന്ന് പറയുന്ന ഒരു തട്ടുകളായിട്ടാണ് മാനേജ്മെൻറ്റിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ എയിൽ നിന്ന് എഫ് വരെ ഈ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് പാസ് ചെയ്ത് വരുന്നതിനെ അദ്ദേഹം വിളിച്ചത് സ്കെയിലർ ചെയിൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ തന്നെ അത് പാസ് ചെയ്ത് വരണം എന്നാണ്. എന്നാൽ ചില സന്ദർഭങ്ങളിൽ ഈ പറഞ്ഞ പോലെ ബിക്ക് ചിലപ്പോൾ എഫുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഇൻസ്ട്രക്ഷനോ എന്തെങ്കിലും കാര്യമോ തിരക്കേണ്ടി വരും. അങ്ങനെ വരുന്നതിന് അദ്ദേഹം നാമകരണം ചെയ്തത് ഗാങ് പ്ലാൻഡ് എന്നാണ്. അപ്പോൾ ഇത് ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു പ്രത്യേക വിഭാഗമുണ്ട് പഠിക്കാനായിട്ട്. അതടുത്ത ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം. ഇനി നമുക്ക് മാനേജ്മെൻറ്റ് മറ്റൊരു ഡെഫിനിഷൻ അല്ലെങ്കിൽ നിർവചനത്തിലേക്ക് പോകുമ്പോൾ അതിങ്ങനെയാണ് പറയുക. മാനേജ്മെൻറ്റ് ഈസ് ഡിസ്ക്രൈബ്ഡ് ആസ് ദ പ്രോസസ് ഓഫ് planning, organizing, directing and controlling the efforts of organizational members and of using organizational resources
ടു അച്ചീവ് സ്പെസിഫിക് ഗോൾസ് എന്നൊരു നിർവചനം നമുക്ക് പറയാം. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ അല്ലെങ്കിൽ ഈ ഒരു നിർവചനത്തിൽ നിന്നാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഫങ്ഷൻസിൽ നമുക്ക് 5 കാര്യങ്ങളുണ്ട്. ഇതിന് 4 നിർവചനത്തിലുള്ളൂ. 5 കാര്യങ്ങളാണ് ഫങ്ഷൻസ് ഓഫ് മാനേജ്മെൻറ്റിലുള്ളത്. അത് പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിങ്, ഡയറക്റ്റിംഗ് ആൻഡ് കൺട്രോളിങ് എന്ന് പറയാം. ഇല്ലേ, ഓരോന്നും എടുത്തു നോക്കുകയാണെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത് ഇസ് ദ ഫങ്ഷൻ ഓഫ് ഡിറ്റർമിനിങ് ഇൻ അഡ്വാൻസ് വാട്ട് ഈസ് ടു ബി ഡൺ ആൻഡ് ഹൂ ഈസ് ടു ഡു ഇറ്റ് എന്ന് തീരുമാനിക്കാം. എന്ത് ചെയ്യണം, ആര് ചെയ്യണമെന്ന് മുന്നേ കൂട്ടി തീരുമാനിക്കുന്നതാണ് പ്ലാനിങ്. അപ്പോൾ ആദ്യം വേണ്ടത് ലക്ഷ്യം നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം, ഈ ഗോള് ഡിറ്റർമിൻ ചെയ്യുക. എന്നിട്ട് അത് എങ്ങനെ ആര് വഴി നേടാമെന്ന് മുൻകൂട്ടി തീരുമാനിച്ചാൽ അത് പ്ലാനിങ് ആവും. പ്ലാനിങ് ഇല്ലാതെ ചെയ്യുന്ന ഏതൊരു സംഗതിയും അല്ലെങ്കിൽ ഏതൊരു കാര്യവും വിജയിച്ച് കണ്ടിട്ടില്ല. അതുകൊണ്ട് ഏതൊരു കാര്യത്തിനും പ്ലാനിങ് ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാനിങ് വഴി ചെയ്താൽ അതിനകത്ത് എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെങ്കിലും നേരത്തെ ഒരെണ്ണം തീരുമാനിച്ചിരുന്നാലേ അതിലെന്തെങ്കിലും വ്യത്യാസം വരുത്തണോ എന്ന് അറിയാൻ കഴിയുള്ളൂ. അപ്പോൾ ആദ്യത്തെ പ്ലാനിങ്. അപ്പോൾ ഇങ്ങനെ പ്ലാനിങ് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ഡ്യൂട്ടീസ് അസൈൻ ചെയ്ത് കൊടുക്കാം. ഡ്യൂട്ടീസ് അസൈൻ ചെയ്യുക. പ്ലാനിന് അനുസരിച്ച് അതോറിറ്റിയും റെസ്പോൺസിബിലിറ്റിയും അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ശരിക്കും ഓർഗനൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ പ്ലാൻ അനുസരിച്ച് പ്രവർത്തനങ്ങൾ ആര് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നത് ഓർഗനൈസിങ് ആണ്. രണ്ടാമത്താണ് ഓർഗനൈസിങ്. ഇനി അടുത്ത മൂന്നാമത്തെ സ്റ്റാഫിംഗ് പറയാം. ആവശ്യമായ ഹ്യൂമൻ റിസോഴ്സ് കണ്ടെത്തുകയാണ് ഈ സ്റ്റാഫിംഗ് കൊണ്ട് ഉദ്ദേശിക്കുക. ആപ്റ്റായിട്ടുള്ള എംപ്ലോയീസിനെ കണ്ടെത്തുക എന്ന് പറയാം. സ്കിൽഫുള്ളായിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ള എംപ്ലോയീസിനെ കിട്ടുക എന്ന് പറയുന്നതാണ് ഒരു ഓർഗനൈസേഷൻ്റെ വിജയം അല്ലെങ്കിൽ ആ ഗോൾ നേടാനായിട്ട് സഹായിക്കുന്നത്. അപ്പോൾ അടുത്ത സ്റ്റാഫിംഗ് ഈസ് ഫൈൻഡിങ് ദ റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ് എന്ന് ചുരുക്കത്തിൽ പറയാം. കഴിവും അതുപോലെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് സ്റ്റാഫിൻ്റെ റിക്രൂട്ട്മെൻറ്റ്, സെലക്ഷൻ, പ്ലേസ്മെൻറ്റ്, ട്രെയിനിങ്. സിമ്പിളല്ല. ആദ്യം റിക്രൂട്ട്മെൻറ്റ് നോക്കണം. അല്ലെങ്കിൽ ആദ്യം നമ്മൾ സാധാരണ ചെയ്യുക അഡ്വർടൈസ്മെൻറ്റ് ചെയ്യും, അതുവഴി ആപ്ലിക്കേഷൻ സ്വീകരിക്കും. എന്നിട്ട് ആപ്റ്റായിട്ടുള്ളവരെ റിക്രൂട്ട് ചെയ്യും. റിക്രൂട്ട്മെൻറ്റാണ് ആദ്യത്തെ പ്രോസസ്സ്. പിന്നെ അതിൽ നിന്ന് സെലക്ഷൻ നടത്തും. സെലക്ഷൻ നടത്തിയാൽ പ്ലേസ്മെൻറ്റ് ചെയ്യും. പ്ലേസ്മെൻറ്റ് ചെയ്യാൽ നമ്മുടെ കാര്യങ്ങൾ അവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവരിൽ നിന്ന് നമുക്ക് എന്ത് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ അവരിൽ നിന്നാണ് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇതെല്ലാം വേണ്ടിയിട്ട് ട്രെയിനിങ് കൊടുക്കണം. ഇതെല്ലാം തന്നെ സ്റ്റാഫിങ്ങിൽ ഉൾപ്പെടും. വളരെ ഇമ്പോർട്ടൻറ്റ്. സ്റ്റാഫിനെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മൾ എന്താ പറയുക, ഈ പറയാ മോട്ടിവേറ്റ് ചെയ്യണം. മോട്ടിവേറ്റ് ചെയ്തുകൊണ്ട് ഓരോ ടാസ്ക്സ് അസൈൻ ചെയ്ത് കൊടുക്കണം എന്നാണ് അടുത്തത്. എംപ്ലോയീസിനെ ഇഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് അവരെ ജോലിയിൽ പ്രാപ്തരാക്കി പിന്നെ സൂപ്പർവൈസ് ചെയ്യുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ പ്രക്രിയയാണ് ഡയറക്റ്റ്. സിമ്പിളല്ല. അപ്പോൾ സെലക്ഷൻ കഴിഞ്ഞു അല്ലെങ്കിൽ അപ്പോയിൻമെൻറ്റ് സ്റ്റാഫിനെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ പറഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ലക്ഷ്യം ഇതാണ്, അതിലേക്ക് എങ്ങനെ ചെയ്യാം എന്ന് പറഞ്ഞ് മനസ്സിലാക്കി പിന്നെ അത് സൂപ്പർവൈസ് ചെയ്യുകയും കൂടെ ചെയ്താൽ ഈ പറയുന്ന പോലെ ഡയറക്റ്റിൻ്റെ ഭാഗമാകും. തൊഴിലാളികളെ പ്രൈസ് ചെയ്തുകൊണ്ടും അതുപോലെ സമയം ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടും അവരെ പൂർണ്ണമായി ഉപയോഗിക്കാൻ കഴിയുന്നതാണ് ഒരു ഇഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ മാനേജറുടെ വിജയം. ക്രിട്ടിസൈസ് ചെയ്യുക മാത്രം അല്ലെങ്കിൽ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക മാത്രമല്ല മാനേജർ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് ചെയ്യേണ്ടത്. സ്റ്റാഫുകൾക്ക് എന്താ പറയുക, ഒരു ഇഫക്റ്റീവായിട്ടുള്ള മാനേജ്മെൻ്റ് ആണെങ്കിൽ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയുന്ന ഒരു മാനേജ്മെൻറ്റും കൂടെ ആയിരിക്കണം. അവർക്ക് ഇൻസെൻറ്റീവ് കൊടുക്കുക, ബോണസ് കൊടുക്കുക, അപ്രീസിയേഷൻ കൊടുക്കുക, ഇതെല്ലാം ഈ പറയുന്ന പ്രൈസിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ അവർക്ക് ആവശ്യമായ രീതിയിലുള്ള
എന്നാൽ തെറ്റ് കേട്ടാൽ തെറ്റ് പറയുകയും അവർക്ക് ആവശ്യമായ രീതിയിലുള്ള പ്രോത്സാഹനവും കൊടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന മാനേജ്മെൻറ്റുകളെല്ലാം തന്നെ ഈ പറഞ്ഞ പോലെ പൂർണ്ണ തോതിൽ വിജയത്തിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി പ്ലാൻ ചെയ്ത് ഡയറക്റ്റും ചെയ്തു കഴിഞ്ഞാൽ പ്രവൃത്തിയിലേക്ക് അവർ ഏർപ്പെടും. അതുപോലെ ആ പ്രവർത്തികൾ നേരത്തെ പ്രഖ്യാപിച്ച ലക്ഷ്യത്തിലെത്താൻ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ എന്ന് നോക്കുകയാണ് ഈ പറഞ്ഞ പോലെ കൺട്രോളിങ്ങിൽ പെടുക. അവിടെയാണ് ഓരോരുത്തരുടെയും പെർഫോമൻസ് വിലയിരുത്തുന്നത്. അതുപോലെ അങ്ങനെ വിലയിരുത്തി തിരുത്തി പോയാൽ ഈ പറയുന്ന അവസാനത്തെ സ്റ്റേജിലേക്ക് അതെത്തുന്നതോടുകൂടി ഏകദേശം മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാവും. ഇതുവരെ ആണ് മാനേജ്മെൻറ്റിൻ്റെ പ്രവർത്തനങ്ങൾ എത്തേണ്ടത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ സിമ്പിളായിട്ടുള്ളൊരു കാര്യമല്ല. കേൾക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും ഈ പ്രവർത്തനങ്ങൾ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാനേജ്മെൻറ്റിലുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മാനേജർ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് പ്ലാൻ ചെയ്യണം. അത് കഴിഞ്ഞ് അത് ഓർഗനൈസ് ചെയ്യണം. എന്നിട്ട് അനുസരിച്ചുള്ള സ്റ്റാഫിനെ നിശ്ചയിക്കണം അല്ലെങ്കിൽ അപ്പോയിൻ്റ് ചെയ്യണം. പിന്നെ അവരെ ഓർഗനൈസേഷണൽ ഗോളിലേക്ക് നയിക്കണം. ഇത് കഴിഞ്ഞിട്ട് ഓരോരുത്തരെയും വിലയിരുത്തിക്കൊണ്ട് കൺട്രോൾ ചെയ്യുകയും വേണം. ഇങ്ങനെ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രത്യേകമുള്ള ക്വാളിഫിക്കേഷനോ പ്രത്യേകിച്ച് ഉള്ള കഴിവോ, അതായത് എക്സ്പീരിയൻസ് വഴിയുള്ള കഴിവ് ഉപയോഗിച്ച് ഇത് ഇഫക്റ്റീവായിട്ടൊരു മാനേജ്മെൻറ്റ് നടത്തുന്ന ഒരുപാട് സ്ഥാപനങ്ങളെ നമുക്ക് ചുറ്റും നോക്കിയാൽ അറിയാം. അപ്പം അവിടെയെല്ലാം ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്ത് വിജയിച്ചിട്ടുണ്ട് എന്ന് നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പല പല സ്ഥാപനങ്ങളുടെയും വിജയം ഇഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് മാനേജ്മെൻറ്റിലാണ്. ഞാൻ ഈ പറഞ്ഞ 5 പ്രവർത്തനങ്ങളെയും ഒരുമിച്ച് നമുക്ക് കോർഡിനേഷൻ എന്ന് വിളിക്കാം. ഈ കോർഡിനേഷൻ ഫോംസ് ദ എസൻസ് ഓഫ് മാനേജ്മെൻറ്റ്. അപ്പോൾ കോർഡിനേഷൻ ഉണ്ടെങ്കിൽ വിജയം സുനിശ്ചിതമാണ്. +1 +2 കുട്ടികൾക്കും അതുപോലെ കോമൺ ആയിട്ട് മനസ്സിലാക്കാനും മാനേജ്മെൻറ്റ് എന്ത് എങ്ങനെ എന്ന് വിവരിക്കാനാണ് ഞാൻ ഈ വീഡിയോ കൂടി ശ്രമിച്ചത്. ഇതിനെ സംബന്ധിച്ചുള്ള വീഡിയോസ് ഇനി ഉണ്ടാവും. സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള എല്ലാവർക്കുമുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.